ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. ഇവിടെ മാനന്തവാടി ഫെസ്റ്റ് വന്നിട്ട് ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞ കേട്ടോ. അപ്പം നമ്മൾ ഫെസ്റ്റിന് പോവാ എന്ന് വിചാരിച്ചിരുന്നു. ഫെസ്റ്റ് അങ്ങ് പോവാറായി. അപ്പം ഇന്ന് ലാസ്റ്റ് ആണ്. ഇനിയിപ്പോൾ ഫെസ്റ്റ് തീർന്നു, ഇനി പോകാനില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പം ഇന്ന് എന്തെങ്കിലും നമ്മൾ പോയി വരാം, ഒരു ചെറിയൊരു സെലിബ്രേഷൻ കൂടി ചെയ്യാമെന്നാണ് ലിനിച്ചേട്ടൻ പറയുന്നത്. കാരണം എനിക്ക് കേരള സ്റ്റേറ്റ് 3rd റാങ്ക് കിട്ടിയ സെലിബ്രേഷൻ നമ്മൾ ഇങ്ങനെ ആണ് ആഘോഷിച്ചത് കേട്ടോ. അപ്പോൾ ഫെസ്റ്റിന് പോവാന്ന് പറയുമ്പോൾ പിള്ളേരൊക്കെ പിന്നെ ഒന്നും നോക്കില്ല, എല്ലാവരും ശടപടയാന്ന് റെഡിയായി. ഇഷിത ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഇവിടെ കുഞ്ഞുമോൻ നിൽക്കുന്നു. പിന്നെ ഈശാനൊന്നും പറയാനില്ല കേട്ടോ, പെട്ടെന്ന് ഡ്രസ്സും ഇട്ട് വണ്ടിയിൽ അങ്ങ് കയറിയിരുന്നു. അപ്പൊ നമ്മൾ ഇവിടുന്ന് 2 ട്രിപ്പ് അടിച്ച് നമ്മള് സ്കൂട്ടിയിലാണ് പോയത്. നേരെ നമ്മളവിടെ ആദ്യം എന്നെ ഈശാനെ കൊണ്ടാക്കി, പിന്നെ ഇഷിതിനെയും കൂട്ടിക്കൊണ്ടുവന്നു. അപ്പൊ ഇത് കണ്ടപ്പോ പിന്നെ ഈശാനൊന്നും നോക്കില്ല, എന്നെ അങ്ങ് കയറ്റിക്കോന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടത്തെ ഫൈശയും കൂടി ഒന്ന് അടച്ച് ഈശാൻ അതിൻ്റെ അകത്ത് കയറി. കുറച്ചു നേരം കണ്ടിട്ടുള്ളൂ ഗൈസ്. ഈ കയറിയ ഒരു ഇൻട്രസ്റ്റ് ഒന്നും പിന്നെ ഒരു 10 മിനിറ്റ് ആകുമ്പോൾ കണ്ടിട്ടില്ല. എനർജിക്ക് നഷ്ടപ്പെട്ടെന്ന് തോന്നും. പിന്നെ പെട്ടെന്ന് ആളങ്ങി ഇറങ്ങി. അങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചുറ്റിലും ഭയങ്കര കളർഫുൾ. എല്ലാവർക്കും അറിയാലോ ഫെസ്റ്റിൽ എന്തൊക്കെയാണ് ഉണ്ടാവുകയെന്ന്. അപ്പൊ ഇത് കണ്ടപ്പോ കാണാൻ ഭയങ്കര സന്തോഷമാണെങ്കിലും കയറാൻ ഭയങ്കര പേടിയാണ്. എന്നെ സംബന്ധിച്ചുള്ള ഞാനിത് ഒരിക്കറ്റ കയറിയിട്ടേ ഉള്ളൂ. ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇഷിത വിഷാനും പിന്നെ കയറ്റാൻ പറ്റത്തില്ല, ഇഷിത പിന്നെ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ലിനിച്ചേട്ടനും പറഞ്ഞു ഞാനും കയറുന്നില്ല, നിങ്ങളാരും ഇല്ലെങ്കിൽ ഞാനും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അതാ ഗൈസ് അടുത്ത കളി. അപ്പൊ കാറ് കണ്ടപ്പോ അതിനകത്തൊരു ഡ്രൈവിങ്ങിന്റെ ഇതും കണ്ടപ്പോ ചെക്കനങ്ങ് ചാടി കയറിയിരുന്നു. പിന്നെ ഒന്നും നോക്കില്ല, പിന്നെ ഒട്ടാകെ കറക്കം. അങ്ങനെ കറങ്ങി മടുത്തപ്പം അതും കൂടി മടുത്ത്. അങ്ങനെ അതിൽ നിന്നും കൂടി ഇറക്കാന്ന് വിചാരിച്ചു. എന്തായാലും ഇത് കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു, നല്ല എൻജോയ്മെന്റ് ആണ്. ഇവൻ നല്ല എൻജോയ് ചെയ്തു ഇഷാൻ. അപ്പൊ ഇഷ്വിൻ ഇതിനൊന്നും കളിക്കാനും പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. അപ്പൊ എന്നെ അങ്ങ് താഴെ ഇറക്കി, ഞാനൊന്ന് മ്യൂസിക്കിന് 2 സ്റ്റെപ്പ് അങ്ങ് കളിക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇഷ്വിനെ താഴെ ഇറക്കി കൊടുത്തപ്പോ ഇഷ്വിന് സ്വന്തമായി സ്റ്റെപ്പ് അങ്ങ് 2 സ്റ്റെപ്പ് അങ്ങ് വെച്ച് എല്ലാം അവിടെ നിൽക്കുന്ന കുറെ ആൾക്കാർക്ക് അങ്ങ് കാണിച്ചു കൊടുത്തു. എല്ലാരും ഇഷ്വിനെ കണ്ടുവന്ന് അടുത്തൊന്ന് എടുക്കാറായി. ഒരുപാട് ആൾക്കാർ ഇവന് വന്ന് കൊഞ്ചിച്ചു. അതൊരു അടിപൊളിയായിരുന്നു. പക്ഷെ എനിക്കതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഗൈസ്. ആ സമയത്ത് ലിനീഷേട്ടനും ഇഷിതയും പോയി ഒരു കളി അങ്ങ് കളിച്ച്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോ ദാ നമ്മുടെ ബജ്ജി കട ഉണ്ട്, പോപ്കോൺ ഉണ്ട്. ഇവിടെ ഇല്ലാത്തൊന്നുമില്ല. ബജ്ജി ഉണ്ട്, പാനിപ്പൂരി ഉണ്ട്, മസാല വടയുണ്ട്, അതുപോലെ തന്നെ പാവ് ഭാജി ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ സ്വന്തം ബജ്ജി. അങ്ങനെ അതും കണ്ട് അതും കഴിച്ച് കുറച്ചു മുന്നോട്ട് വരുമ്പോൾ നമ്മളെ ഐസ്ക്രീം നമ്മളെ വാവാ എന്ന് വിളിക്കുന്നു. ഇത് കണ്ടതോടെ പിള്ളേരങ്ങ് ചാടി ഇറങ്ങി. ആരെങ്കിലും നമുക്ക് തന്നെ കഴിക്കണം എന്ന് തോന്നുന്ന ഒരു ഇതല്ലേ. അങ്ങനെ മക്കൾക്ക് ഏതാണോ ഫ്ലേവർ ഇഷ്ടം എന്ന് ചോദിച്ചു. അവർക്ക് അതങ്ങ് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ അവരത് ഹാപ്പിയിൽ കഴിച്ചു. ഇഷ്യുവിന് വാങ്ങിച്ചു കൊടുത്തില്ല, കാരണം അവന് കോൾഡാണ്. അപ്പൊ ഇഷിത പറഞ്ഞു ഞാൻ എൻ്റെ ഇതിൽ നിന്ന് കുറച്ച് കൊടുത്തോളാം എന്ന് പറഞ്ഞത്. അതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മൾ ഐസ്ക്രീമും കഴിച്ച് നമ്മളെ മാനന്തവാടി ഫെസ്റ്റിലേക്ക് നമ്മൾ ടാറ്റ ബൈ ബൈ സീ യു എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പൊ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ സീ യു. താങ്ക് യു ഡിയേഴ്സ്.